നമസ്കാരം, ഞാൻ സൽമ. ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് ഡാർക്ക് ചോക്ലേറ്റ് പംകിൻ കുക്കീസ്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കാണാം. അൺസോൾട്ടഡ് ബട്ടർ 8 ടേബിൾ സ്പൂൺ, ഷുഗർ 1/4 കപ്പ്, ബ്രൗൺ ഷുഗർ 1/2 കപ്പ്, പംകിൻ പ്യൂറേ 1 കപ്പ്, വനില എസൻസ് 1 ടീസ്പൂൺ, മുട്ട 1 ഓൾ പർപ്പസ് ഫ്ലവർ 2 കപ്പ്, പംകിൻ പൈ സ്പൈസ് 1/2 ടീസ്പൂൺ, നട്ട്മഗ് പൗഡർ 1/4 ടീസ്പൂൺ, സിന്നമൺ പൗഡർ 1 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഡാർക്ക് ചോക്ലേറ്റ് ചിപ്പ് 1 കപ്പ്. ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അൺസോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്യാം. അടുത്തതായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ഇന്നിവിടെ ഒരു ഹാൻഡ് മിക്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പംകിൻ പ്യൂറേ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മുട്ട ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലവർ, പംകിൻ സ്പൈസ് മിക്സ്, 1 ടീസ്പൂൺ സിന്നമൺ പൗഡർ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്മഗ് പൗഡർ, 1/4 ടീസ്പൂൺ സോൾട്ട്, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, എന്നിവയെല്ലാം കൂടി ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യണം. ഇതിപ്പം മിക്സ് ആയിട്ടുണ്ട്. കുറേ നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറേ മിക്സ് ചെയ്താൽ കുക്കി ഭയങ്കര ഹാർഡായിട്ട് പോകും. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് ചിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്, ലാസ്റ്റ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മുടെ കുക്കി ഡൗ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.
ഈ കുക്കി ഡവ് അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഓവൻ നമുക്ക് 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ കുക്കി ഡവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനി ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റാം. ഞാൻ ബേക്കിംഗ് ട്രേയിൽ ഒരു വാക്സ് പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഐസ്ക്രീം സ്കൂപ്പാണ് ഇത് സ്കൂപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അകത്തി വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ ബേക്ക് ചെയ്യുമ്പോൾ ഇത് കുക്കികൾ ഒന്നിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതൊന്ന് പരത്തി കൊടുക്കാം. ഇത് നമുക്കിനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് വെച്ച് 15 തൊട്ട് 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. ഓരോ ഓവനും വ്യത്യാസം ഉണ്ടാവും. കുക്കി ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ ബേക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് പംകിൻ കുക്കി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് പംകിൻ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. Bye-bye.